മുസ്ലിം ലീഗ് വരെ നടന്ന് വന്ദേ ഭാരതത്തെ ന്യായീകരിക്കുന്നു, സതീശൻ സർക്കാരിന്റെ നടപടിയെ ന്യായീകരിക്കുന്ന മുസ്ലിം ലീഗ്. എന്റെ ചോദ്യം ഇതാണ്, എന്തരുടെ ഭരണത്തിൽ വന്ന് 19 ദിവസമാകുമ്പോഴേക്കും തൊടുന്നതെല്ലാം സംഗീതരങ്ങളായി പോകുന്നത്? എന്തടേ ഇങ്ങനെ നിങ്ങള്? എന്താ നിങ്ങളുടെ ശരിക്കും കുഴപ്പം? എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തിനാണ് ഇവിടെ വന്ദേ ഭാരതം മുഴുവൻ പാടുന്നത്? എന്തിനാണ് ഇവിടെ PM ശ്രീ? എന്തിനാണ് സ്കൂൾ ക്യൂസിൽ, കുട്ടികൾക്കുള്ള സ്കൂൾ ക്യൂസിൽ സവർക്കറെ വീര സ്വാതന്ത്ര്യ സമര സേനാനിയാക്കുന്നത്? എന്തിനാ സംഘികളെ പ്ലീഡർമാരായിട്ട് സർവകലാശാല സെനറ്റുകളിലൊക്കെ ഈ സംഘികളെ നിയമിക്കുന്ന? എന്തിനാ സുഗതനെ, BJP-കാരൻ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചത്? എങ്ങനെയാ RSSകാർ പല നിയമനങ്ങളും നേടിയെടുക്കുന്നത്? കോൺഗ്രസ്സുകാരുടെ CJP സമരക്കാർക്കെതിരെ നടപടിയെടുത്ത BJP ഭരിക്കാത്ത ഏക സംസ്ഥാനമായി, നോട്ടീസ് കിട്ടിയ സംസ്ഥാനമായി എങ്ങനെയാ കേരളം മാറിയത്? ശബരിമല പ്രതിയുടെ വക്കീലിനെ എന്തിനാ ദേവസ്വത്തിന്റെ വക്കീലാക്കിയത്? VC-മാർക്ക് RSS പരിപാടിയിൽ VC-മാരൊക്കെ കൂടെ പോയിട്ട് എന്തോ ഒരു നടപടിയില്ലാത്ത G മോഹൻദാസിനെ, എന്ത് മോഹൻദാസാ? G അല്ലേ? എന്തൊരു മോഹൻദാസ് ഉണ്ടല്ലോ, വർഗീയവാദി. എന്താ ചോദ്യം ചെയ്യാത്ത? TG മോഹൻദാസിനെ എന്താ ചോദ്യം ചെയ്യാത്ത? MG സർവകലാശാല VC എങ്ങനെയാ പുള്ളിയെ നിയമിച്ചത്? എന്തിനാ സത്യപ്രതിജ്ഞ മുതൽ നമ്മൾ വന്ദേ ഭാരതം മുഴുവൻ ചൊല്ലി തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ PM ശ്രീ കടലിലെറിയുകയും ഇടത് ഹിന്ദുത്വ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ഉറക്കത്തിൽ പോലും എഴുന്നേറ്റിരുന്ന് പറഞ്ഞിരുന്ന മുസ്ലിം ലീഗ് ഇപ്പൊ എവിടെയാ? അവർ ഈ മന്ത്രിസഭയിൽ ഇല്ലേ? ഇവർക്കൊന്നും ഇതിലൊരു പ്രശ്നമില്ലേ? അല്ലെങ്കിൽ അഭിപ്രായമില്ലേ? ഇവര് ഇതൊക്കെ അനുവദിച്ചിട്ടാണോ ഈ നിയമങ്ങളൊക്കെ വരുന്നത്? മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടോ? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാന്നാ നിങ്ങൾ വിചാരിക്കണേ? സവർക്കർ അത്രേ ഉത്തരം. PD സവർക്കർ എന്നാണ് ഉത്തരം. നോക്കൂ, കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ ഇത്തരം തെറ്റിദ്ധാരണയുടെ വിഷം സംഘി വിത്തുപാകുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗും ചെയ്യുന്നത്. എന്തിനാ സവർക്കർ ഇവര് വെളുപ്പിച്ച് ധീരനാക്കുന്നത്? എന്തിനാ? ശരിക്കും ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും അധികം തവണ മാപ്പ് എഴുതി നൽകിയത് ആരാണ്? ആ ചോദ്യമില്ല അവിടെ ചോദിക്കട്ടെ ക്യൂസിൽ. അതിനു പകരം ധീര ദേശാഭിമാനിയൊക്കെ ആക്കുന്നത് എന്തിനാണ് സവർക്കറെ? ശരിക്കും ഈ സർക്കാരിന് എന്താണ് പറ്റിയത്? ഇനി ആളുകൾ പറയുന്നത് പോലെ ഇവരൊക്കെ ശരിക്കും സംഘികൾ തന്നെയാണോ? അതോ അതൊക്കെ പോട്ടെ, നമ്മുടെ ഫിഷറീസ് മന്ത്രി ആരാ? പുള്ളി എന്താ ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പോവുകയോ വാർത്താ സമ്മേളനം നടത്തുകയോ ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള വിഷയമായ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ ആധികാരികമായി അഭിപ്രായം പറയുകയോ ചെയ്യാത്ത? എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ ഈ സർക്കാരിൽ.